നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ജനുവരി അവസാനത്തോടെയെന്ന് രാജീവ് ചന്ദ്രശേഖർ. പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചു തുടങ്ങി. ശബരിമല കേസിൽ അറസ്റ്റിലായ തന്ത്രിയെ സംരക്ഷിക്കില്ലെന്ന് പറഞ്ഞ അദ്ദേഹം തന്ത്രിയെ ജയിലിലിട്ടപ്പോൾ മന്ത്രി വീട്ടിലിരിക്കുന്നുവെന്നും വിമർശിച്ചു. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം CBI അന്വേഷിക്കണമെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ കാലേക്കൂട്ടി പ്രഖ്യാപിച്ച് തയ്യാറെടുക്കുകയാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചതായും ജനുവരി അവസാനത്തോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഞങ്ങള് ഒരു ലിസ്റ്റ് അയക്കാൻ പോകുന്നുണ്ട്. അത് ഫൈനലൈസ് ആവുന്നുണ്ട്. അത് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ബിഫോർ മന്ത് എൻഡ്, ജാനുവരി 30 മുമ്പ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉൾപ്പെട്ട ഉന്നതരെയടക്കം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയുമായുള്ള ബന്ധം CBI അന്വേഷിക്കണം. കേസിൽ അറസ്റ്റിലായ തന്ത്രിയെ സംരക്ഷിക്കില്ലെന്ന് പറഞ്ഞ അദ്ദേഹം തന്ത്രിയെ ജയിലിലിട്ടപ്പോൾ മന്ത്രി വീട്ടിലിരിക്കുന്നുവെന്നും വിമർശിച്ചു. എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിനെ കാണുന്നത്? അല്ല, സോണിയാഗാന്ധിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ഒരു വോട്ടറാണോ? ഒരു ഫണ്ട് കളക്ടറാണ്. അതുകൊണ്ടല്ലേ പിന്നെ ആന്റണിയും ബെന്നി ബെനാനും അവരെ അടൂർ പ്രകാശ് കൊണ്ടുപോകുന്നത്. ഇതൊരു ചോദിക്കേണ്ട ചോദ്യമാണ്. തൊഴിലുറപ്പ് പദ്ധതിക്കായി UPA കാലത്ത് നൽകിയത് 2.35 ലക്ഷം കോടി രൂപ മാത്രമാണ്. മോദി സർക്കാർ 10 വർഷം കൊണ്ട് 7.83 ലക്ഷം കോടി രൂപ നൽകി. തൊഴിൽ ദിനങ്ങളുടെ കാര്യത്തിൽ UPA നൽകിയത് 100 ദിവസമായിരുന്നെങ്കിൽ മോദി സർക്കാർ നൽകുന്നത് 125 ദിനങ്ങളാണെന്നും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി. ജനം, ഡൽഹി.